റംദാനിൽ നോമ്പുതുറ സമയത്ത് മഞ്ചേരി സെൻട്രൽ ജുമാ മസ്ജിദിൽ വിളമ്പുന്ന ജീരകക്കഞ്ഞി പ്രസിദ്ധമാണ്. തുടക്കത്തിൽ നാട്ടുകാർക്കായി തുടങ്ങിയ കഞ്ഞി വിതരണത്തെ ഇന്ന് പ്രധാനമായും ആശ്രയിക്കുന്നത് യാത്രക്കാരും കച്ചവടക്കാരും ഓട്ടോ ഡ്രൈവർമാരാണ്. പ്രത്യേക കൂട്ടുകൾ ചേർത്തുണ്ടാക്കിയ കഞ്ഞിക്കൊപ്പം കപ്പയും ബീഫുമാണ് വിളമ്പുന്നത്. വർഷത്തെ പഴക്കമുണ്ട് സെൻട്രൽ ജുമാ മസ്ജിദിന്. ആദ്യകാലങ്ങളിൽ നോമ്പ് തുറക്കുന്ന സമയത്ത് ആളുകൾ പാത്രങ്ങളുമായി എത്തി കഞ്ഞി വാങ്ങി വീടുകളിൽ കൊണ്ടുപോകാറാണ് പതിവ്. പിന്നീട് ഇത് അരി വിതരണത്തിലേക്ക് മാറുകയും അതിനുശേഷമാണ് ഇപ്പോൾ കാണുന്ന ഔഷധ കഞ്ഞിയിലെത്തിയത്. നാട്ടുകാരായ സെയ്ദലവി, ഹനീഫ എന്നിവർ ചേർന്നാണ് ഈ പ്രത്യേക ജീരകക്കഞ്ഞി തയ്യാറാക്കുന്നത്. അത് ഇവിടെ ഈ ചുറ്റുവട്ടത്തിൽ ഇവിടെ ഈ കടകളിലത്തെ പണിക്കാര്, ഓട്ടോറിക്ഷക്കാര്, പിന്നെ ഇവിടെ വന്ന് ദൂരക്കാര് വന്ന് കുടുങ്ങണവര് ഇപ്പൊ കുറെ കമ്മിയാണ്. മറ്റേതിന്റെ മുമ്പ് ഭയങ്കര 300-400 ആളൊക്കെ ഉണ്ടായിരുന്നു. ദിവസവും 100-ലധികം പേർ കഞ്ഞി കുടിക്കുവാനായി എത്തുന്നുണ്ട്. ജുമാ മസ്ജിദിന്റെ ക്യാന്റീനിൽ വെച്ചാണ് കഞ്ഞി തയ്യാറാക്കുന്നത്. നോമ്പുകാലത്തെ കഞ്ഞി വിതരണം അടക്കമുള്ള നോമ്പുതുറ വിഭവങ്ങൾക്ക് ഏകദേശം 2 ലക്ഷത്തോളം രൂപ ചിലവ് വരുന്നുണ്ട്. നോമ്പ് തുറന്ന് നമ്മൾ ആദ്യത്തെ വെള്ളവും പലഹാരങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം, നമസ്കാരത്തിന് ശേഷം രണ്ടാമത് ഈ ജീരകക്കഞ്ഞിയാണ് കൊടുക്കുന്നത്. അത് ധാരാളം ആളുകൾ ആ ജീരകക്കഞ്ഞി അന്വേഷിച്ച് ഇന്നും വരുന്നുണ്ട്. ശരിക്കും നല്ലൊരു സമ്പുഷ്ട ആഹാരമാണത്. അതിനകത്ത് കഞ്ഞിക്ക് കൂട്ടാനായിട്ട് പൂളയും മാംസവും കൂട്ടി ഒരു കൂട്ടാനും ഉണ്ടാക്കും. ഇതാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. നാട്ടുകാരിൽ നിന്നുമാണ് ഇതിനുള്ള ധനസമാഹരണം കണ്ടെത്തുന്നത്. ജുമാ മസ്ജിദിൽ നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായാൽ കൂടുതൽ സൌകര്യത്തോടെ കൂടുതൽ പേർക്ക് കഞ്ഞി വിതരണം നടത്തുവാനുള്ള തീരുമാനത്തിലാണ് അധികൃതർ.